UPSC പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന നേരത്തെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു ദിസ് ചാനൽ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിലിംസിൽ ഈ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പഠിക്കാം, കൾച്ചർ റിലേറ്റ് ചെയ്തും നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഇവൻറ്റ്സ്. നമുക്ക് സ്റ്റോൺ ഏജ് വരുന്നുണ്ട്, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് കൾച്ചർ, ദെൻ ലേറ്റർ വേദിക് പീരീഡിന് ശേഷം മഹാജനപദാസ്, മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ പീരീഡ്, ഗുപ്ത എംപയർ, പോസ്റ്റ് ഗുപ്ത പീരീഡ്. അങ്ങനെ പോസ്റ്റ് ഗുപ്ത പീരീഡ് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രോണോളജിക്കലി വളരെ പീരിയോഡിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് പറയാൻ കാരണം ക്രോണോളജി ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി ഇൻ സർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ലൈക്ക് മഹാജനപദാസിൻ്റെ ഏരിയ, പോസ്റ്റ് മൗര്യൻ ഏരിയ, പോസ്റ്റ് ഗുപ്ത ഏരിയ. അവിടെയൊക്കെ കോണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് ഡൈനാസ്റ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് കോണ്ടംപററീസ് എന്ന് ചോദിക്കാം, ക്രോണോളജിക്കലി ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഈ ക്രോണോളജി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളുടെ സിഗ്നിഫിക്കൻസ് പഠിക്കുക, അല്ലെങ്കിൽ യൂണിറ്റുകളുടെ സിഗ്നിഫിക്കൻസ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നമുക്ക് ഡൈനാസ്റ്റി പഠിക്കാനില്ല, പക്ഷേ അവിടെ ഏതാനും ചില സൈറ്റുകളുണ്ട്, ലൈക്ക് ദ പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. നിയോലിത്തിക്കിൽ വരുന്നതാണ് ബർസഹോം, ദെൻ ഗുഫ്ക്രാൽ, ബിംബെഡ്കയിലെ ചില കേവ്സ്. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തിനത് ഫേമസ് ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഡൈനാസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിലോ, എസ്പെഷ്യലി ലേറ്റർ വേദിക്കിൻ്റെ കാലഘട്ടം മുതൽക്ക് പതിയെ പതിയെ മഹാജനപദാസ് എന്ന് പറയുന്ന 16 സിറ്റീസ് വരുന്നുണ്ടല്ലോ, അവരുടെ ഏറ്റവും സിഗ്നിഫിക്കൻസ് വളരെ മൈന്യൂട്ടായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു മിനിമം ലെവലെങ്കിലും അറിഞ്ഞിരിക്കണം. ശേഷം മഗധക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഓരോ ഡൈനാസ്റ്റിയും എന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ള രണ്ടാമത്തെ ലെവൽ ലേണിംഗ്. മൂന്നാമത്തെ ലെവൽ ലേണിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് ഓർ കിങ്സ്. ഞാനിവിടെ 2 വാക്ക് ഉപയോഗിച്ചു, പേഴ്സണാലിറ്റീസ് ഓർ കിങ്സ് എന്നുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റീസ് പറയുമ്പോൾ അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്ന ചാണക്യൻ, അദ്ദേഹം രാജാവല്ല, ഈസ് എ പേഴ്സണാലിറ്റി. അതുപോലെ മെഗസ്തനീസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വർക്കുണ്ട്, ഇൻഡിക്ക എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ പേഴ്സണാലിറ്റീസ് ആണ്. പക്ഷേ അതേസമയത്ത് കിങ്സ് എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ, അതിനൊക്കെ മുന്നോടിയായിട്ട് വി ഹാവ് വാട്ട്, നമുക്ക് ബിംബിസാരയുണ്ട്, അജാതശത്രുണ്ട്, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ റൂളേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കണം, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സ്റ്റോണുകളിൽ രാജാവിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങിയത്, അതായത് ഇൻസ്ക്രിപ്ഷൻസ് വരാൻ വേണ്ടി തുടങ്ങിയത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിഗ്നിഫിക്കൻസ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം, എങ്കിലേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസോ ഫാക്ച്വൽ ബേസ് ക്വസ്റ്റ്യൻസോ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ് കുറച്ചുകൂടെ ഇൻഡെപ്തിലോട്ട് പോകുന്നത്. ഓരോ ഡൈനാസ്റ്റിയും ഓരോ റൂളേഴ്സും അതൊക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പീരിയഡ് വരുമ്പോഴും അതിൻ്റെ അകത്തുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ്, അത് അഡ്മിനിസ്ട്രേഷൻ ആകാം, ഇക്കണോമി ആകാം, സൊസൈറ്റി ആകാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ തന്നെ പ്രത്യേകത ആകാം. ഫോർ എക്സാമ്പിൾ, വേദിക് കാലഘട്ടത്തിൽ നമ്മൾ പൊളിറ്റി, സൊസൈറ്റി, ഇക്കണോമിക്ക് പഠിക്കുമെങ്കിലും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ അത് വേദിക് കാലഘട്ടമായതുകൊണ്ട് ആ വേദിക് സൊസൈറ്റിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഓരോ ടോപ്പിക്കിൻ്റെയും സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അപ്രോച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടാവും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുപ്ത കാലഘട്ടം. ഗുപ്ത കാലഘട്ടം കമ്പയർഡ് ടു ദീസ് മൗര്യ അത്ര സെൻട്രലൈസ്ഡ് അല്ല, ഒരു ഡീസെൻട്രലൈസ്ഡ് ടെൻഡൻസിയാണ് ഗുപ്ത കാലഘട്ടത്തിലുള്ളത്. പക്ഷേ അവർ ഒരു ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ടെൻഡൻസീസ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ ഡൈനാസ്റ്റിയുടെയും യുണീക്നെസ് മനസ്സിലാക്കി വെക്കുക. വൈ വി ആർ ലേണിംഗ് ദിസ് ടോപ്പിക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ പഠിക്കാവൂ. മറ്റൊരു രീതിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംഗം ഏജ് സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഹിസ്റ്റോറിക് പീരീഡാണ്. നോട്ട് ദിസ് വേർഡ്, ഹിസ്റ്റോറിക് പീരീഡ്. അതായത് സംഘകാലഘട്ടം മുതൽക്കാണ് സൗത്ത് ഇന്ത്യയിൽ ചരിത്ര രചന ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് സംഘ ലിറ്ററേച്ചർ പഠിക്കുന്നത്. അപ്പോൾ സംഘ ലിറ്ററേച്ചറിൽ എന്തൊക്കെ വരുന്നു? സംഘം ഫിസിയോഗ്രഫി എന്തൊക്കെയാണ്, സംഘം പോളിറ്റി എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റണം. ഇതാണ് മറ്റൊരു കാര്യം. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ടെർമിനോളജീസ്. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇക്കണോമിക് ടെർമിനോളജീസും പൊളിറ്റിക്കൽ ടെർമിനോളജീസാണ്. അതായത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ നമുക്ക് സെൻറ്റർ ഉണ്ട്, പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊവിൻസുകൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ആ പ്രാദേശികാസ്, യുക്താസ്, രാജുകാസ് എന്നൊക്കെ പറയുന്ന കുറേ ടേംസ് നിങ്ങൾ പലപ്പോഴും മൗര്യൻ എംപയറുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ PYQസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച്.
ആൻഡ് ഇക്കണോമിക് റിലേറ്റഡ് ടേംസും നിങ്ങളോട് ചോദിക്കാം. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഒന്ന് ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഡൈനാസ്റ്റിക് ഫീച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, 3 പേഴ്സണാലിറ്റീസ് ഓഫ് കിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, 4 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പീരിയഡ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്, 5ാമത്താണ് ടേംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, കൾച്ചറൽ ഹിസ്റ്ററി കുറച്ചുകൂടെ ഓറിയൻറ്റഡ് ആകും. ഇനി ഇതല്ലാതെ സ്പെസിഫിക്കലായിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ടോപ്പിക്സ് ലൈക്ക് ബുദ്ധിസം, ജൈനിസം, അതർ ഇന്ത്യൻ ഫിലോസഫീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്രോച്ചുകൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ദിസ് ആൻഷ്യൻ ഇന്ത്യ ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾക്ക് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അനുഭവങ്ങൾ അറിയിക്കുക, അല്ലാത്തവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.